वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे हर। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് നമ്മുടെ ജീവിതം വളരെ കോമഡിയാണ് അല്ലേ? ചിലപ്പോൾ വമ്പിച്ച രീതിയിൽ അസുഖങ്ങൾ, ഉപദ്രവങ്ങൾ, അതേപോലെ കടങ്ങൾ, ആത്മഹത്യാ വക്കിലെത്തുന്ന ഓരോ അവസ്ഥകൾ, ഒരു തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കുറച്ച് നേരം ഇരുന്നാൽ നമുക്കെല്ലാം ഒരു കോമഡി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ജീവിതം. നമ്മുടെ അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നാം അറിയണം. നമ്മുടെ ഈ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് പൂർവജന്മത്തിലെ കർമ്മവും പിന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത കർമ്മം. അത് നല്ലതാണെങ്കിൽ നമുക്ക് നല്ലതായ രീതിയിൽ ജീവിക്കുക. അതേസമയം നെഗറ്റീവായിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്, പൂർവജന്മത്തിൽ ജീവിച്ചത് ഈ ജന്മത്തിൽ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ അതിന് അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് ഓരോ മനുഷ്യരായ നാം എല്ലാവർക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങൾ. അതിനാണ് സിദ്ധതാന്ത്രികത്തിൽ പല പല കാര്യങ്ങൾ, നുറുങ്ങുകൾ, ടിപ്സ്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുവരാം, നമ്മുടെ ദോഷങ്ങളെ എങ്ങനെ നമ്മളെ റിക്കവർ ചെയ്യാം എന്നുള്ളതാണ് സിദ്ധതാന്ത്രികം വഴി സിദ്ധന്മാർ നമ്മളെ ഉപദേശിക്കുന്നത്. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ താന്ത്രിക പ്രയോഗമാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടുകളിൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ, വളരെ ലളിതമായ രീതിയിലാണ് ഞാൻ ഓരോ എപ്പിസോഡിൽ എന്തെങ്കിലും സബ്ജക്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നല്ല ഗുണം ആസ്വദിക്കാം എന്നുള്ള രീതിയാണ്. അതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കുറേ കാശ് അവിടെ കൊണ്ടേ കളഞ്ഞു, കുറേ കാശ് ഇവിടെ കൊണ്ടേ കളഞ്ഞു. ഇത് ഞാൻ ദൈനംദിനമായിട്ട് കേൾക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ അവിടെ കുറേ കാശ് വഴിപാടിന് വേണ്ടി ചെയ്തു, അയാളുടെ അടുത്ത് ഇത്രയും രൂപ കാശ് കൊടുത്തു, ഒരു ഫലവുമില്ല. അങ്ങനെയൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചിന്തിക്കുക. അതാണ് സിദ്ധന്മാർ. കാരണം അവർ ജീവിച്ചത് തന്നെ മനുഷ്യരാശിക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. കുറേ കാശ് കൊണ്ടായിട്ട് അവിടെ കൊടുത്തു, ഇവിടെ കൊടുത്തു. ചിലവർ കെട്ടുതാലി വരെ പണയം വെച്ചിട്ട് പൂജകൾക്ക് വേണ്ടി കൊടുത്ത ചരിത്രങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ദിനം പ്രതികളൊക്കെ.
അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കുക എന്നുള്ളത് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ കൊണ്ട് ഇതേപോലെ നുറുങ്ങുകൾ ചെയ്താൽ നല്ല വ്യത്യാസം വരുന്ന രീതിയിലാണ് ഓരോ കാര്യവും അവർ നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതൊന്നും അറിയാതെ രാവിലെ എഴുന്നേറ്റു ഓടുകയാണ്, നെട്ടോട്ടം ഓടുകയാണ്, എവിടെ നിന്ന് രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കുക, വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നന്നാവാം. നമ്മൾ കഷ്ടപ്പെടണം. 50-50 ആണ്. താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ആണ് കരിങ്ങാലി ദണ്ടെന്ന് പറയുന്നത്. ഇതാണ് നോർമലി കരിങ്ങാലി ദണ്ടെന്ന് പറയുന്നത്. ഇത് കരിങ്ങാലിക്കട്ട എന്നും നമ്മൾ പറയുന്നു. ഒട്ടുമിക്ക അങ്ങാടി കടകളിലൊക്കെ ഇതിൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ടാവും. അതായത് രക്തചന്ദനത്തിൻ്റെ കളറാണ്. കരിങ്ങാലി രണ്ടുണ്ട്. ഒന്ന് കരിങ്കാലി കട്ട, പിന്നെ 2 ചെങ്കാലി. ഇപ്പോൾ കരിങ്കാലിയും ചെങ്കാലിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കരിങ്കാലി എന്ന് പറഞ്ഞാൽ രക്തചന്ദനത്തിൻ്റെ തടി എങ്ങനെയോ അതുപോലെയാണ്. ചെങ്കാലി എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളമയമുണ്ട്. അത് കരിങ്കാലി എന്ന് പറയുന്നത് ഈ കരിങ്കാലി മരത്തിൻ്റെ കൂമ്പാണ്, കാതൽ. അപ്പോൾ ഇതിൻ്റെ പ്രയോഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ പഴയ ഇല്ലങ്ങൾ, പാലക്കാടൻ സൈഡിലൊക്കെ പഴയ ഇല്ലങ്ങളുണ്ടാവും, തമിഴ്നാട്ടിൽ പഴയ ഇല്ലങ്ങളുണ്ടാവും. അവിടങ്ങളിലൊക്കെ നമ്മുടെ ഉമ്മറപ്പടി, അതായത് ഫസ്റ്റ് ഡോർ, വെൽക്കം ഡോറൊക്കെ കരിങ്കാലിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ നമ്മുടെ സപ്രപഞ്ച കട്ടിലുകൾ, പഴയ കാലത്തെ സപ്രപഞ്ച കട്ടിലുകൾ ഈ പറയുന്ന കരിങ്കാലി തടിയിൽ വെച്ചാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒലക്ക എന്ന് പറയുന്നുണ്ടല്ലോ, ഇടിക്കുന്ന ഒലക്ക, അതൊക്കെ കരിങ്കാലിയാൽ നിർമ്മിതമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ സാധാരണ തടിയിലൊക്കെയാണ് ഈ ഒലക്കകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ കരിങ്കാലി ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രയോജനം? അതായത് കരിങ്കാലി എന്ന് പറഞ്ഞാൽ വളരെ ശക്തി ആർജിച്ച സിദ്ധന്മാരുടെ താന്ത്രിക വിധിയിലെ ഒരു പ്രധാന ഘടകമാണ്. ഞങ്ങൾ ഈ പറയുന്ന യോഗദണ്ഡെന്ന് പറയുന്നത് കരിങ്കാലിയാണ്. കാരണം ഈ കരിങ്കാലിക്ക് നെഗറ്റീവ് എനർജീനെ സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. കരിങ്കാലി എവിടെയാണോ അവിടെ ഒരിക്കലും നെഗറ്റീവ് എനർജി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉമ്മറപ്പടി, അതായത് നമ്മുടെ വീടുകളിലെ മെയിൻ ഡോറ് കരിങ്കാലി ദണ്ടുകൾ, കരിങ്കാലി തടിയിലാണ് ചെയ്യുന്നത്. അഥവാ ഫുൾ കരിങ്കാലി അല്ലേലും അതിലൊരു കരിങ്കാലിയുടെ തടി ഉണ്ടാവും. കാരണം പൂമുഖവാതിൽ കൂടിയാണ് എല്ലാം വരുന്നത്, പോസിറ്റീവ് വരുന്നതും നെഗറ്റീവ് വരുന്നതും. അപ്പോൾ ഈ നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന കരിങ്കാലിയിലെ പ്രയോഗം നമ്മുടെ ഉമ്മറപ്പടിയിൽ ചെയ്യുന്നത്. രണ്ടാമത് സപ്രപഞ്ചക്കട്ടിൽ, പണ്ട് കാലത്തെ കട്ടിലാണ് കരിങ്കാലിയിൽ. അതിൽ നമ്മൾക്ക് കിടന്നു കഴിഞ്ഞാൽ സുഖം ഉറക്കമായിരിക്കും. മാത്രമല്ല ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കിടപ്പിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രോഗങ്ങൾ വരുന്നത്. മെയിൻ നമ്മുടെ കിടപ്പിൻ്റെ വശപ്പശകാണ്. അപ്പോൾ കരിങ്കാലി ദണ്ടിന് ഒരു ഊർജ്ജമുണ്ട്. അത് നമ്മുടെ ശരീരത്തെ നേരെയാക്കുകയും കിടപ്പ് നേരെയാക്കുകയും നമ്മുടെ ഇൻറ്റേർണൽ പോസിറ്റിവിറ്റിയെ അപ്ഗ്രേഡ് ചെയ്യും. കരിങ്കാലിയിൽ കിടക്കുന്നവർക്ക് രോഗങ്ങൾ കുറവായിരിക്കും. അതേസമയം നല്ല ഊർജത്തോടെയുള്ള ക്യാരക്ടറാണ് ഈ കരിങ്കാലിയുടെ സപ്രമഞ്ചലക്കട്ടിൽ കിടക്കുന്നതിൻ്റെ ഗുണം. പിന്നെ ഒലക്ക, ഈ പണ്ട് കാലങ്ങളിൽ ഈ തറവാടുകളിൽ, തമിഴ്നാട് ആ ഏരിയയിലൊക്കെയാണ് കൂടുതലും ഇത് യൂസ് ചെയ്യുന്നത് ഒലക്കയായിട്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ ഒലക്കയിൽ മഞ്ഞളും കുങ്കുമവും തേച്ച് വെക്കും. അപ്പോൾ രാവിലെ ആ കുടുംബത്തിൽ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഈ ഒലക്കയിൽ ദർശനം, നമ്മൾ കണി കാണുന്ന പോലെ ഇതിൽ നോക്കിയിട്ട് ദർശനം ചെയ്തിട്ടായിരിക്കും അവർ പ്രാതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇതിന് ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി
ഉണ്ട്. അപ്പം നമ്മൾ ഈ പോസിറ്റീവ് എനർജീനെ ഫസ്റ്റ് തന്നെ ദർശിച്ചാൽ ആ ദിവസം നല്ല രീതിയിൽ മുമ്പോട്ട് പോകും. അതേപോലെ ആ ഒലക്ക വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സാധാരണ ഒലക്ക വെച്ച് കുറേ നേരം ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈയൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കും, നീരൊക്കെ വരാൻ സാധ്യത. പക്ഷേ ഈ കരിങ്കാലി ദണ്ട് ഈ ഒലക്ക വെച്ച് അടിച്ചു കഴിഞ്ഞാൽ എത്ര നേരം അടിച്ചാലും നമുക്ക് കൈക്ക് കഴക്കത്തില്ല, ക്ഷീണം വരത്തില്ല. അതാണ് കരിങ്കാലി ദണ്ടിൻ്റെ പ്രയോജനം. പിന്നെ ഉഗ്രമൂർത്തികളുടെ ഉപാസകർ, അതായത് വാരാഹി, പ്രത്യങ്കിര, കാളി, ഈ ദേവതകളെ ഉപാസിക്കുന്നവർ കരിങ്കാലി മാലയായിട്ടും കരിങ്കാലി ദണ്ട് എപ്പോഴും കൈവശം വെക്കും. കാരണം ഇതിന് ഓവറായിട്ടുള്ള എനർജീനെ താങ്ങാനുള്ള കഴിവ് ഉള്ളത് കൊണ്ടാണ് കരിങ്കാലി ദണ്ട് ഈ ഉപാസകർ എപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ശാന്തമൂർത്തിയാണെങ്കിൽ അവിടെ ഒരു ലിമിറ്റുണ്ട് എനർജിക്ക്. പക്ഷേ ഉഗ്രമൂർത്തികളാകുമ്പോൾ, അതായത് കറുപ്പസ്വാമി, ഭദ്രകാളി, മാരിയമ്മൻ, വരാഹി, നാരസിംഹി, ഇവയ്ക്കൊക്കെ നോർമലിൽ നിന്ന് അബ്നോർമലായിട്ടുള്ള എനർജിയാണ്. അപ്പോൾ അത് ക്രോഡീകരിച്ച് ആ എനർജിയെ നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് കരിങ്കാലി ദണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ഉപാസകർ. പിന്നീട് നമുക്ക് ഈ കരിങ്കാലി എന്ന് പറയുന്നത് ആകർഷണം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. പോസിറ്റിവിറ്റിയെ ആകർഷിക്കും. ഇപ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ, നമ്മുടെ ഈ നോർമൽ സ്റ്റേജിൽ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ മൊബൈൽ വിളിക്കുകയാണെങ്കിൽ ആ ഒരു തരംഗം അത് നമുക്ക് സ്പഷ്ടമല്ല, പക്ഷേ തരംഗം ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം, നിങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഈ വീഡിയോയിൽ വിഷ്വലായിട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു തരംഗം എന്നുള്ളതാണ്. പക്ഷേ ആ തരംഗം എന്നിൽ നിന്ന് നിങ്ങളിലേക്ക്, എൻ്റെ മൊബൈലിൽ നിന്ന് നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെവിടെ നിന്നാണ് കണക്റ്റഡ് ആവുന്നത്, അതേത് രീതിയിലാണെന്ന് നമ്മളുടെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു തരംഗം വഴിയാണ് ഈ പറയുന്ന വീഡിയോ, ഓഡിയോ ഒക്കെ നമ്മൾ വളരെ ദൂരെ നിന്ന് കേൾക്കുന്നതും കാണുന്നതും. അതേപോലെയാണ് നമ്മുടെ ഊർജം. ആ ഊർജത്തെ നമ്മളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ് ഇതുപോലെയുള്ള താന്ത്രിക ഘടകങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കരിങ്കാലി ദണ്ടിന് ഒരു പ്രത്യേക എനർജി അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് നമ്മളുടെ പോസിറ്റിവിറ്റിയെ, അതായത് ഇപ്പോൾ നമ്മുടെ മനുഷ്യരാശിക്ക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ധനം. ജീവിക്കണമെങ്കിൽ കാശ് വേണം. കാശുണ്ടെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക്, ഏത് കടയിൽ ചെന്നാലും നമുക്ക് നമ്മുടെ ദൈനംദിന സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ്? ധനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കണങ്ങൾ പോസിറ്റിവിറ്റിയിൽ അടങ്ങിയിട്ടുണ്ട്. ആ പോസിറ്റിവിറ്റിയെ ഒരു മോഡ്യൂൾ വഴി, അതാണ് ഈ പറയുന്ന കരിങ്കാലി ദണ്ട്. ഇപ്പം നമ്മൾ കരിങ്കാലി ദണ്ട് വാങ്ങിച്ച് അത് നല്ല രീതിയിൽ അഭിഷേകം ചെയ്ത് ഏതൊരു മൂർത്തിയെയാണോ, ഇപ്പോൾ ബിംബമില്ല, ഫോട്ടോ ഇല്ല, വേണ്ട, നമ്മൾ ആ കരിങ്കാലിയിൽ നമ്മുടെ ഇഷ്ടമൂർത്തിയെ സങ്കല്പിച്ച് അതിനെ അഭിഷേകം ചെയ്യുക, നല്ലോണം തുടയ്ക്കുക, എണ്ണ തേക്കുക. അതായത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയാണ് എപ്പോഴും, എള്ളെണ്ണയാണ് എപ്പോഴും നല്ലത്. ലൈറ്റായിട്ട് എണ്ണ എടുത്തിട്ട് ആ കരിങ്കാലിയിൽ നല്ല രീതിയിൽ തുടയ്ക്കുക. അപ്പോൾ എപ്പോഴും ഒരു ഫ്രഷ്നെസ് അതിൽ ഫീൽ ചെയ്യും. അതിൽ മഞ്ഞളും കുങ്കുമം അല്ലെങ്കിൽ അരഗജ അരഗജ നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിലിടാം. ആ അരഗജ നല്ല രീതിയിൽ തേക്കുക. അതിനുശേഷം മഞ്ഞൾ കുങ്കുമവും തേക്കുക. നമ്മളൊരു തട്ടത്തിൽ, ചുമലപ്പട്ടിൽ ഈ പറയുന്ന കരിങ്കാലി ദണ്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ മൂർത്തിനെ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു എനർജി നമ്മുടെ വീട്ടിൽ പോസിറ്റീവായിട്ട് നിൽക്കും. അതേപോലെ മറ്റുള്ള കുടുംബാംഗങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതെ എപ്പോഴും ആ എനർജി ഇപ്പോൾ ഉണ്ടാവും. അതായത് കരിങ്കാലി ദണ്ട് ഉള്ളിടത്ത് ഒരിക്കലും നെഗറ്റീവ് എനർജി ഒരിക്കലും നിലനിൽക്കില്ല. കാരണം അത് അത്ര കണ്ട് പോസിറ്റീവ് അട്രാക്ഷൻ ആണ് ഈ തടിക്കുള്ളത്.
മാത്രമല്ല നമ്മൾ വണ്ടികളിലൊക്കെ ഈ പറയുന്ന കരിങ്ങാലി ദണ്ട് നമ്മൾ ഓഫീസ് റൂമിൽ നമ്മൾ എവിടെയാണോ നമ്മുടെ വർക്ക് ഏരിയ അവിടെയൊക്കെ കരിങ്ങാലി ദണ്ട് സ്ഥാപിക്കാൻ നല്ലതാണ്. കാരണം എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവായിരിക്കും. അതേപോലെ നമുക്ക് ഒരു തരത്തിലുള്ള ഇപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നു, എത്രയോ പേരെ കാണുന്നു, അവരെല്ലാവരും പോസിറ്റീവ് ആകണമെന്നില്ല, നെഗറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ ആ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ജോലി അല്ലെങ്കിൽ ബിസിനസ് ചെയ്ത് വീട്ടിൽ പോയി കഴിഞ്ഞാൽ അടിയോടടിയായിരിക്കും അല്ലേ? ഭാര്യയും ഭർത്താവും കൂടി ചെറിയൊരു പ്രശ്നം മതി, നല്ല രീതിയിൽ അടിയുണ്ടാവും. അപ്പോൾ അതൊന്നും വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ കരിങ്ങാലി ദണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ കരുതുക. അത് നമുക്ക് നല്ല രീതിയിൽ പോസിറ്റിവിറ്റി നൽകും. അതേപോലെ കരിങ്കാലി നല്ലോണം ഉരച്ച് അതിൽ കുറച്ച് നെയ്യ് കലർത്തി നമ്മൾ കുറിയായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഹിപ്നോട്ടിസം അതേപോലത്തെ നമ്മൾ മയക്കുന്ന രീതിയിലുള്ളതൊന്നും ഫലിക്കില്ല. എപ്പോഴും നമുക്കൊരു ഫ്രഷ് ഫീലായിരിക്കും. അതേപോലെ ഈ പറയുന്ന പൊതുസ്ഥലങ്ങളിൽ നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സ്റ്റേജ് നമുക്ക് കിട്ടും. മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരിക്കലും ഈ പറയുന്ന നെഗറ്റീവ് എനർജി വരത്തില്ല. അത്ര കണ്ട് മഹത്വമാണ് കരിങ്ങാലി ദണ്ടയ്ക്ക്. അതിന് നമുക്ക് പല രീതിയിൽ നമുക്ക് കരിങ്ങാലി ചിലപ്പോൾ സ്റ്റിക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ വേലൊക്കെ ചെയ്ത് കിട്ടും. പക്ഷേ കരിങ്കാലി എപ്പോഴും ഒറിജിനൽ ആണ് എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. അത് നമുക്ക് തമിഴ്നാട് ഏരിയയിലൊക്കെ നമുക്ക് ഉൾഗ്രാമങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് സെർച്ച് ചെയ്താൽ നല്ല തടി കിട്ടും. അത് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് വുഡ്മാനെ കൊണ്ടുവന്ന് ചീള് നല്ലോണം ഗ്ലേസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. അങ്ങാടി കടകളിൽ എനിക്ക് തോന്നുന്നത് കേരളത്തെ അങ്ങാടി കടകളിലൊക്കെ ഇത് സുലഭമായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ കരിങ്ങാലി ദണ്ട് എപ്പോഴും നമ്മുടെ കൈവശം വെക്കുക. അത് എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. ചിലത് ആ കരിങ്ങാലിയുടെ ചെറിയ സ്റ്റിക്ക് വെച്ച് ഏലസ് പോലെയാക്കും. അതായത് വെള്ളിയോ സ്വർണമോ കെട്ടിച്ച് കുട്ടികൾക്കൊക്കെ കഴുത്തിലിടും. കാരണം സാധാരണ ഏലസിനേക്കാൾ എത്ര കൊണ്ടും പോസിറ്റീവാണ്, പതിന്മേൽ ഗുണം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏലസ് എന്ന് പറഞ്ഞാൽ മടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തകിടും മടക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. പക്ഷേ ഈ പറയുന്ന കരിങ്കാലിയുടെ ചെറിയ സ്റ്റിക്ക്, അത് വെള്ളിയോ സ്വർണ്ണമോ അത് നിങ്ങളെ അനുസരിച്ച് നമ്മൾ ഏലസ്, ചെറിയ കുട്ടികൾക്ക് ഈ പേടി, ഉറക്കമില്ലായ്മ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന അങ്ങനത്തെ ഉള്ളത് ഈ നെഗറ്റീവ് എനർജി വരുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് നമ്മൾ ചെറിയ ഒരു ഏലസ് പോലെയൊക്കെ, അത് മീൻസ് ചെറിയ കരിങ്ങാലി ദണ്ടിൽ വെള്ളി കെട്ടി നമ്മൾ കഴുത്തി ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം അത് വലിയവർക്കും ഉപയോഗിക്കാം. കാരണം സ്റ്റിക്ക് എപ്പോഴും പ്രാക്ടിക്കൽ ആയില്ല ഈ ലേഡീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അവർ ചെറിയ ഒരു ഏലസ് പോലത്തെ ചെറിയ കരിങ്ങാലിയിൽ വെള്ളി കെട്ടി കഴുത്തിലിടുന്നത് പ്രത്യേകിച്ച് നല്ലതാണ്. പുരുഷന്മാരാണെങ്കിൽ അവരുടെ ബാഗിലിടാം. പക്ഷേ ലേഡീസ് ആകുമ്പോൾ ചെറിയ കരിങ്ങാലി സ്റ്റിക്ക് ഇടാം. എന്നാലും ഇതിനൊരു പ്രത്യേക ഒരു അഴകായിരിക്കും കരിങ്ങാലി ഏലസ് പോലെ ഇടുന്നതും. അപ്പം നമ്മുടെ ദൃഷ്ടിദോഷങ്ങൾ ഒഴിവാകും. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇപ്പോൾ കരിങ്ങാലിയുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ല. കാരണം എത്ര കണ്ട് നല്ല ഒരു പ്രൊഫൈലായിരിക്കും. ഇപ്പോൾ നമുക്ക് അരി ഒരു പത്തായത്തിൽ ഒരു ചെറിയൊരു പാത്രത്തിൽ ചെമ്പോ സ്റ്റീലല്ലാത്ത ഏതെങ്കിലും ഒരു പാത്രത്തിൽ നിറച്ച് നെല്ല് നിറച്ച് അതിൽ കരിങ്ങാലി ദണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കോയിൻ തിരുകി കഴിയുക. അതെപ്പോഴും നമ്മളൊരു പൂജാമുറിയിൽ സ്ഥാപിക്കുക. അപ്പോൾ നമുക്ക് ധനം, ധാന്യം എപ്പോഴും നമ്മുടെ കുടുംബത്തുണ്ടാവും. അതിനൊരു മുട്ടും വരുത്തില്ല. ഏതാണോ നമ്മൾക്ക് ആകർഷിക്കേണ്ടത് ആ ആകർഷണ സ്ഥലത്ത് നമ്മൾ സ്ഥിതിയിൽ അത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫുൾ പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിനെപ്പറ്റി ഓരോ കാര്യങ്ങൾ പറയേണ്ടതില്ല. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഏതിൻ്റെ കൂടെ ഇത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടും. ഒരിക്കലും ഒരു നെഗറ്റീവിന് വേണ്ടി ഉപയോഗിക്കരുത്. കാരണം എപ്പോഴും ഇത് ഒരു പോസിറ്റീവ്, സിദ്ധന്മാരെ താന്ത്രികത്തിലെ ഒരു ഘടകമാണ്. അതൊരിക്കലും പോസിറ്റീവ്. ഇപ്പോൾ നമ്മൾ
ഞാൻ നേരത്തെ പറഞ്ഞു ബോഗർ തന്ന മന്ത്രങ്ങൾ അത് നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കുറച്ച് താന്ത്രികരത് നെഗറ്റീവിന് വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ പാടില്ല. നമ്മൾ ഈ ഒരു സിദ്ധിയാർന്ന ഒരു വുഡാണ് കരിങ്ങാലി ദണ്ട്. ഇത് നല്ലതിന് ഉപയോഗിക്കാം, നശിപ്പിക്കാനും ഉപയോഗിക്കാം, ജീവിപ്പിക്കാനും, അതായത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഈ എപ്പിസോഡ് അതേപോലെ ഈ ചാനൽ ഒരു സാത്വിക കൺസെപ്റ്റിൽ നിങ്ങളെ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അപ്പോൾ അതുപോലെ ഫോളോ ചെയ്യുക. കാരണം നമ്മൾ നെഗറ്റീവിന് വേണ്ടി ഉപയോഗിച്ചാൽ അത് നമ്മളെ കർമ്മദോഷം അതേപോലെ നമ്മുടെ ഓറയ്ക്ക് അതൊക്കെ ബാധിക്കും. ഒരിക്കലും മറ്റുള്ളവനെ നശിപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കുക. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കത്തുമില്ല. കാരണം എൻ്റെ ഒരു രീതി സാത്വികമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതം നിങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. നിങ്ങളെപ്പോഴും സന്തോഷമായിരിക്കുക എന്നുള്ള ഉദ്ദേശമാണ്. മറ്റുള്ളവൻ്റെ കാര്യം അത് ഭഗവാനിൻ്റെ അടുത്ത് വിട്ടുകൊടുക്കുക. നമ്മൾ ചെയ്യേണ്ട കർമ്മം നമ്മൾ മനസ്സിരുത്തി ചെയ്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആര് ശത്രുക്കളുടെ ഏതൊരു താന്ത്രികവും നമ്മളിൽ ഏശിയല്ല. അതിന് കരിങ്ങാലി നമ്മളെപ്പോഴും സൂക്ഷിക്കുക. നല്ല രീതിയിൽ അതെപ്പോഴും നല്ല രീതിയിലായി വീട്ടിൽ അതിന് ബഹുമാനാർത്ഥം പൂജാമുറിയിൽ വയ്ക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഓഫീസാണെങ്കിൽ ഓഫീസിൽ, ബിസിനസ് വർക്ക് ഏരിയ ആണെങ്കിൽ അവിടെ നമ്മൾ കരിങ്ങാലി ദണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും മനസ്സിരുത്തി സപ്പോർട്ട് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിന് റിസൾട്ടും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് കമൻ്റായിട്ടും വാട്സപ്പായിട്ടും കിട്ടുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം, നിങ്ങളിൽ അറിവുകൾ ഓരോ എപ്പിസോഡായിട്ട് കൊടുക്കുക, അതിന് എനിക്കൊരു ഉന്മേഷമുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹർ.